ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ കൊച്ചിയിൽ നിന്ന് നീണ്ട 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ദോഹ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 8 മണിക്കൂറുണ്ട് കേട്ടോ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് ഒന്ന് എയർപോർട്ടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളവിടെ ഓഫീസറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏകദേശം ഒരു 10 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് 8 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ, പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അന്ന് അകത്തൊക്കെ തന്നെ കറങ്ങാം. കാരണം വെച്ചാൽ വലിയൊരു എയർപോർട്ടാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ അകത്തൊക്കെ കാഴ്ച കാണാമെന്ന് വിചാരിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇത് നോക്കിയേ ഒരുപാട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാണ്ടിട്ട് അങ്ങനെ കടകളും ഓരോരോ ഡിസ്പ്ലേകളൊക്കെ ഇങ്ങനെ വെച്ചേക്കണാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോരോ ഷോപ്പുകളാണ്. നമ്മൾ ഓരോ ഷോപ്പുകളും കാണുമ്പോൾ നിന്നിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത് കാണാനായിട്ട്. അപ്പോൾ അതേ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഓരോ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ ഖത്തറിൽ തന്നെ ഓരോരോ കാര്യങ്ങളും ട്രാവലിൻ്റെ പ്ലേസുകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്നും ഞങ്ങൾ കയറിയൊന്നുമില്ല, ഇതിൻ്റെ പുറത്തൊക്കെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ടൈമൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടാണ്. നമ്മുടെ ഇന്ത്യയിലത്തെ ടൈമല്ല, ഇവിടെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറിന് ഉള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റ് കാണുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചൊക്കെ ഉണ്ടോ ഇങ്ങനെ നടക്കണേ. അപ്പോൾ അതേ പോകുന്ന വഴിയിലൊക്കെ ഓരോരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പല പല രാജ്യങ്ങളിലുള്ളവരെ കാണാം, പല പല വേഷവിധാനങ്ങൾ. ഈ പോകുന്നവരെയൊക്കെ കണ്ട ഓരോരോ വേഷങ്ങളൊക്കെ ധരിച്ചവരെ കാണുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ വലിയൊരു അത്ഭുതം ഉണ്ടാവും. നമ്മളിതൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുമ്പോൾ നമുക്കതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതേ ഇതൊക്കെ ഒരു എന്താ പറയുക ടോയ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. എത്ര വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിയിലായിട്ട് ചെറിയൊരു ഫുഡ് കോർട്ട് കണ്ടേ, ചെറിയൊരു ഫുഡ് പാർക്ക് എന്നാണ് കേട്ടോ. അതേ കണ്ടില്ലേ എഴുതിയേക്കണേ ഫുഡ് പാർക്ക് ദോഹ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലും നമുക്ക് പറ്റിയ ഫുഡൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. ഇങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ ഓരോരോ ഫുഡുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ അത് ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കാണുമ്പോൾ അതെടുത്ത് നമുക്ക് ക്യാഷ് പേ ചെയ്ത് വാങ്ങിക്കാം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ രീതി. പക്ഷേങ്കിൽ നമുക്ക് ആ ഫുഡുകളൊന്നും കണ്ടിട്ട് അത്ര ഒരു എന്താ പറയുക നമ്മൾ കഴിക്കുന്ന ഫുഡുകളായിട്ടൊന്നും അത്ര സാമ്യമൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ട. അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ റേറ്റൊക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. അങ്ങനെ പല പല റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ആ ഭാഗത്തായിട്ട് കാണാൻ സാധിച്ച്. ഫുള്ളും ഈ ബർഗർ, സാൻഡ്വിച്ച് അങ്ങനത്തെയൊക്കെ ഫുഡുകളാണ് കേട്ടോ അവിടെ മുഴുവനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫുൾ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഏരിയ കാണാൻ. ഇത് കണ്ടില്ലേ തറയിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചേക്കും കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ജേഴ്സികൾ, പല പല രാജ്യങ്ങളുടെ കൊടികളൊക്കെ വിൽക്കണ ഒരു കടയാണ് കേട്ടോ. ഇവിടെ വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്തരം ഷോപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ വീണ്ടും നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. പല പല കാഴ്ചകളൊക്കെ കാണാം, നമ്മൾ ഈ മാളിലൊക്കെ പോകുന്ന പോലെയൊക്കെ തന്നെ. പക്ഷേങ്കിൽ അതിനേലും ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് കാണാൻ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഈ മൊബൈലൊക്കെ ചാർജ് ചെയ്യണ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ചാർജ് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊബൈൽ, ലാപ്ടോപ്പ് അതൊക്കെ നമുക്ക് ചാർജ് ചെയ്യുക, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക, അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ആണ് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടൊരു കാഴ്ച ഉണ്ടോ, എക്സിലേറ്ററിൻ്റെ അടുത്തൊരു കുട്ടി ഇരിക്കണുണ്ടോ. ആ കൊച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരുപാട് വികൃതി കാണിക്കും കേട്ടോ. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി കുറേ നേരമായി അതിനെ അവിടെ നിന്ന് മാറ്റാൻ നോക്കണം. പക്ഷേ എങ്കിൽ അതിൻ്റെ പേരൻസ് അതിനെ തിരിഞ്ഞു നോക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം വേറൊരു സെക്യൂരിറ്റി വന്ന് അതിനെ അവിടെ നിന്ന് മാറ്റണം കേട്ടോ ആ കാണുന്നത്. കുറേ നേരം ഉണ്ടായിരുന്നു ആ കാഴ്ച. പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ ആളുകൾ ഇരുന്ന് വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഇത് കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ആണ്.
അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ പ്ലേ ഏരിയ കാണാൻ. അതിൻ്റെ ഓരോരോ എന്താ പറയുക, ഓരോ കളി ഉപകരണങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തേക്കണ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ, ഓരോരോ ഷേപ്പുകളായിട്ട്. ഇതിൻ്റെ കളർ നോക്കിയേ, നല്ല ഒരു ചോക്ലേറ്റിൻ്റെ കളറ്, നല്ല രസമുണ്ട് അതിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അതേ പാത്തു ഓടി നടന്ന് അതിലൊക്കെ ഇങ്ങനെ കയറി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികളെയൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുമായിരുന്നു. ദേ ഇത് കണ്ടില്ലേ, അതിലൂടെ ഇങ്ങനെ വലിഞ്ഞ് കയറി അപ്പുറത്ത് കൂടെ ഇങ്ങനെ ഊർന്നിറങ്ങി വരും കേട്ടോ. അങ്ങനത്തെ ഒരു കളി ഉപകരണമാണ് അത്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പാത്തു കുറേ നേരം അവിടെ ഇങ്ങനെ കളിച്ചായിരുന്നു. ഞങ്ങളവിടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് വന്ന് ഇരുന്നായിരുന്നേ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈ പ്ലേ ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെപ്പോലെ ഇങ്ങനെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യണ യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അവർ ഈ എയർപോർട്ട് ചെയ്തേക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമാണ് ഇത് ഈ കാണുന്നത്. ഇങ്ങനെ ഓരോരോ ക്യാബിൻ പോലെ നമുക്കിങ്ങനെ TV ഒക്കെ കണ്ട് അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു സംവിധാനവും അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഒരുപാട് നേരം ബോറടിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്കൊന്ന് ടയർഡായവർക്കാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സൗകര്യം ഈ എയർപോർട്ടിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതേ ഈ കാണുന്നതാണ് ആ കിടക്കാനുള്ള സൗകര്യം. നമുക്ക് ഫാമിലി ആയിട്ട് ഓരോരോ ക്യാബിൻ പോലെ അതിൻ്റെ അകത്തിരിക്കുക, TV കാണാം, കിടക്കുക, ബെഡ് പോലെയൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതേ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ മെട്രോ ഒക്കെ ഉണ്ട്. മെട്രോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ, ഈ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോകണ മെട്രോയല്ല. അങ്ങനെ ഞങ്ങളിതേ ഇപ്പോൾ മെട്രോൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ കുറേ നടക്കണം, അല്ലെങ്കിൽ നമുക്ക് മെട്രോയുടെ തന്നെ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോയിലെ കാഴ്ചയും കാണുകയും ചെയ്യുക. അങ്ങനെ മെട്രോയിൽ യാത്ര ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇതിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതായത് 4 വാർഡും ഫുള്ള് ഗ്ലാസ്സുകളൊക്കെ കൊണ്ടിട്ടുള്ളൊരു മെട്രോയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ വീഡിയോയിൽ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ല രസമായിട്ട് തോന്നിയായിരുന്നേ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പല പല എയർപോർട്ടിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ മെട്രോന് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് നടന്നും പോകാവുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ അത്ര തിരക്കൊന്നും കാണാത്തത്. അങ്ങനെ അതേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലിരുന്നു. നമ്മളിപ്പോൾ എത്തേണ്ട ആ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ രൂപങ്ങളാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഈ എയർപോർട്ടിൽ കാണാൻ സാധിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡും കഴിക്കുക, ഗാർഡനും കാണാം, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭയങ്കര അതിശയം തോന്നി. അതേ ഇത് കണ്ടില്ലേ, ഒരു മുത്ത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു രൂപമുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എങ്ങനെ വർണ്ണിക്കണ്ടേന്നും അറിയില്ല കേട്ടോ. പിന്നെ പല പല ലൈറ്റുകൾ വെച്ചിട്ട് പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ നിന്ന്. അതേ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ അതേ നമ്മൾ നടന്ന് ഒരു ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എയർപോർട്ടിൽ ഇഷ്ടംമാന ഫുഡ് കോർട്ടുകളോ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോലെ കുറേ യാത്രക്കാരെയൊക്കെ അവിടെ കാണാൻ സാധിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് കൂടുതൽ, സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ, ഇങ്ങനത്തെ ഫുഡുകളൊക്കെയാണല്ലോ നമുക്ക് അവിടെ കൂടുതലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. അല്ലാതെ വേറെ ഫുഡുകളൊന്നും അങ്ങനെ കൂടുതലൊന്നും കണ്ടില്ല. അപ്പോൾ ഉള്ളതൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അതേ നമ്മളവിടുന്ന് എന്തൊക്കെയോ ഫുഡുകളൊക്കെ വാങ്ങിയിട്ടാ. അത് ഷവർമ്മ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷേ കറക്റ്റ് ഷവർമ്മയൊന്നും അല്ല കേട്ടോ. പിന്നെ കുറേ ബർഗർ, അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ നമ്മളങ്ങനെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതേ നമ്മളൊരു ഒതുങ്ങിയ ഒരു സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് മൊബൈലും ചാർജ് ചെയ്യുക, ഇരിക്കുകയും ചെയ്യുക, അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ നമ്മളങ്ങനെ ഫുഡൊക്കെ വാങ്ങി അങ്ങനെ അതേ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സമയം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. 8 മണിക്കൂർ എന്ന് പറഞ്ഞാലും പെട്ടെന്നായിരിക്കുമല്ലോ ഓരോ സമയങ്ങളും ഇങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് നോക്കിയേ, ഫാൻ്റെ തന്നെ 2 ഫ്ലേവറിൽ നമ്മളവിടെ കണ്ടായിരുന്നു കേട്ടോ. അതിൽ ആ റെഡ് കളറിലുള്ള ഫ്ലേവർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിള്ളേർക്കും അതോ രസം തോന്നി അങ്ങനെ വാങ്ങിയതാണ്ടോ. പക്ഷേ എങ്കിൽ വല്ല ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഈ മരുന്ന് കുടിക്കണ ഒരു ചൊവ പോലെയാണ് തോന്നിയത്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞിരുന്നാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. കുറേ നടന്നായിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പതുക്കെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡൊക്കെ തന്നെയായിരുന്നു അത്. അതേ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഗാർഡൻ കാണാൻ. ഇവിടെയൊക്കെ നല്ല തണുപ്പാണല്ലേ.
Hello. കാത്തു വിളിച്ച് Enter Bluetooth control mode. Voice phone. Hey, it's great to see you. What's your name? എന്നാലും വെടി വെക്കോ എന്റെ പൊന്നെ അടുത്തേക്ക് വെടി You want me? വെടി വെക്കാൻ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതുപോലെ കുറേ രസകരമായ കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമുക്ക് ചിരി വരും കേട്ടോ അങ്ങനത്തെ ഓരോരോ കാടുകൾ കാണുമ്പോൾ. അങ്ങനെ ദേ ഇപ്പം നമ്മൾ നടന്ന് ഇങ്ങനെ ഗാർഡൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയറുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ അതിശയിച്ച് നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗാർഡൻ്റെ അകത്ത് നമുക്ക് ടിക്കറ്റൊന്നും കൊടുത്ത് കയറണ്ട കേട്ടോ. ഇങ്ങനെ ഓപ്പണാക്കി ഇട്ടേക്കണ ഒരു ഗാർഡനാണ്. അപ്പോൾ അതേ ഈ കാണുന്നതാണ് ആ ഗാർഡൻ. അപ്പോൾ നമ്മൾ എക്സ്ലേറ്ററിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയാണ് ഇത് കാണാൻ. ഇത് കുറേ ഏരിയയിലാണ് കേട്ടോ അവരിതിങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ വീണ്ടും ഫുഡ് കോർട്ടുകൾ, റെസ്റ്റോറൻറ്റുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണവരുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും നല്ല തിരക്കാണ് കാണാനായിട്ട്. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഗാർഡൻ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ ഈ ഫുഡ് കോർട്ടും ഒക്കെ ഇതിനോട് ചേർന്ന് തന്നെ കേട്ടോ വന്നിട്ട് വിളയിക്കണത്. അപ്പോൾ അതേ നമ്മളങ്ങനെ ആ ഗാർഡൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികൾ, മരങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു കാടിൻ്റെ ഒരു ഫീല് കിട്ടത്തക്ക രീതിയിലാണ് അവരത് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിതേ അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുകയാണ്. അപ്പോൾ ശരിക്കും ചെടികൾ കണ്ടാൽ പ്ലാസ്റ്റിക് ചെടി പോലെ കേട്ടോ തോന്നുള്ളൂ. ശരിക്കും ഇതൊക്കെ ഒറിജിനൽ ചെടി തന്നെയാണ്, പക്ഷെ കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലെ തോന്നും. അപ്പോൾ അതേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച ആളുകളാണ് കേട്ടോ. അതായത് ഒരുപാട് പേര് അവിടെ ഇരുന്ന് ഇങ്ങനെ കിടക്കുന്നു, ഇരിക്കുന്നു, വർക്ക് ചെയ്യുന്നു. അങ്ങനെ പല പല കാഴ്ചകൾ നമുക്കവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇരിക്കാനൊക്കെ സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. ആളുകൾ ഇവിടെ വെറുതെ നിലത്തൊക്കെ ചടഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടേക്ക് ഇങ്ങനെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. കുറേ ഏരിയ ഉണ്ടായിരുന്നേ നടക്കാനായിട്ട്. നല്ല ഭംഗിയും ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നാൽ എങ്ങനെ വന്നാലും നമ്മളത് കണ്ടുപോകും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കവിടെ കണ്ടാൽ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഭംഗി വർണ്ണിക്കണമെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നേ. പിന്നെ ദേ ഇത് കണ്ടില്ലേ മേളിലായിട്ട് ചുറ്റിനും ഇങ്ങനെ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചേക്കോട്ടെ. അതൊന്നും എനിക്ക് പറയാനൊന്നും അറിയില്ല കേട്ടോ. അത്രയ്ക്ക് രസമാണ് അതൊക്കെ ഓരോന്നിങ്ങനെ കാണാനായിട്ട്. അതിങ്ങനെ നമ്മൾ നേരിട്ട് തന്നെ കാണണം കേട്ടോ, എന്നാലുള്ളൂ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എയർപോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ഗാർഡൻ. അപ്പോൾ ഇവിടെ വന്നവരെല്ലാവരും ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവർ ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാട്ടോ, നിങ്ങൾ ഈ ഗാർഡൻ എന്തായാലും ഒന്ന് വന്ന് കാണണം, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ട് നല്ല രസമുള്ളൊരു പ്ലേസ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ നനക്കാനും പിടിക്കാനൊക്കെ അവിടെ ഇങ്ങനെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടാണ്. അതൊന്നും നമുക്ക് പുറമേ നിന്ന് നോക്കിയാലൊന്നും അത്ര പിടികിട്ടണ രീതിയിലല്ല കേട്ടോ അവരൊക്കെ അറേഞ്ച് ചെയ്തേക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇത് കണ്ടില്ലേ, ചെറിയൊരു ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണ പോലുള്ള ഓരോരോ അരുവികളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് അവർ ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്തേക്കണം കാണണം. ഇതൊക്കെ എയർപോർട്ടാണെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യാട്ടോ, അതുമാതിരിയാണ് ഇത് ചെയ്തേക്കണം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഓരോരോ വർക്കിലൊക്കെ ഏർപ്പെട്ടേക്കും കേട്ടോ. ചിലവർ ഇങ്ങനെ എന്താ പറയുക ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യണത് കാണാം, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യണ കാണാം. അവരവരുടേതായ ഓരോ ലോകങ്ങളിലാണ് കേട്ടോ നമുക്കവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ഓരോരോ ചെടികളൊക്കെ കാണുമ്പോൾ ചില ചെടികളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികളോട് സാമ്യം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ ചെടികളും കാണാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അത്ര നേരം അവിടെ ഇരുന്നിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ സ്ഥലം. അപ്പോൾ അതേ നമ്മളങ്ങനെ അവിടെ ഇരുന്നു കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല ക്ലീനായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് ഈ ചെടികളൊക്കെ കാണാനായിട്ട്. ഈ മണി പ്ലാന്റിനോടൊക്കെ ഒരു സാമ്യം തോന്നി ചില ചെടികളൊക്കെ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ചെടികളൊക്കെ ആട്ടോ.
പിന്നെ ചില ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കിണറ്റിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നതൊക്കെ ഇല്ലേ, അതുമാതിരി കാണണ്ട കേട്ടോ. ഈ ചെടിയൊക്കെ അത് കണ്ടില്ലേ, നമ്മുടെ കിണറ്റിൻ്റെ ഉള്ളിലൊക്കെ വളരൂല, അതുപോലെ ഇരിപ്പുണ്ട്. അങ്ങനെ പല പല ചെടികൾ നമ്മുടെ നാട്ടിലും ഉള്ളതുപോലെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ ഇത് കണ്ടില്ലേ, മരങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഇത് ഇത്രയും വലുപ്പത്തിൽ ഇവരാക്കി എടുത്തെന്നൊക്കെ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും കേട്ടോ. അങ്ങനെ അതേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താ പറയുക, നടന്ന് ഒരുപാട് കാണാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. കുറേയൊക്കെ നമ്മൾ നടന്ന്, കുറേയൊക്കെ പിന്നെ മതിയായി അവിടെ ഇരുന്നിട്ട് അത്രയ്ക്ക് നടക്കാനുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിലൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇതിൽ കൊള്ളിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാട്ടോ ഞാൻ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താതെ. അപ്പോൾ ഇത് ഈ ഓരോരോ മരങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അവരിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തേക്കണ കാണാനായിട്ട്. പിന്നെ ഇത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിത് സ്റ്റെപ്പൊക്കെ കയറി മേളിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു പാലം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും ഗാർഡൻ്റെ. അപ്പോൾ അവിടെ അങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അതിലിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്നും അങ്ങോട്ട് കയറിയില്ല. ഇപ്പം തന്നെ നടന്ന് ആകെ അവശതയായി. ഇനിയിപ്പോൾ അതിൻ്റെ മേളിലേക്ക് വലിഞ്ഞ് കയറാനൊന്നും വയ്യാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ തന്നെയാണ് കാഴ്ചകളൊക്കെ കണ്ടത്. മേളിലേക്കൊന്നും കയറാനായിട്ട് നിന്നില്ല. അപ്പോൾ അതേ ഈ മരത്തിൻ്റെയൊക്കെ തടിയുടെയൊക്കെ വലിപ്പം കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്തൊരു വലിപ്പമാണത്. വീഡിയോയിൽ എത്രമാത്രം അത് നിങ്ങൾക്കത് മനസ്സിലാവുന്നു എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമാണ് അതൊക്കെ. പിന്നെ അതേ ഇതിൻ്റെയൊക്കെ ചെടികൾ കണ്ടില്ലേ, ചേമ്പിൻ്റെ ഇല പോലെ ഇരിപ്പുണ്ട് ഓരോ ചെടികളും കാണാൻ. അങ്ങനെ അതേ ഞങ്ങളങ്ങനെ അതൊക്കെ കുറേ നേരം അങ്ങനെ കണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ ഇങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. 8 മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെക്കിങ്ങിൻ്റെയൊക്കെ ആ ഭാഗത്തേക്ക് പോകണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഭാഗത്ത് എത്തണമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ നമ്മൾ വന്നത് മെട്രോയിലാണെങ്കിലും ഇനി തിരിച്ച് നമ്മൾ മെട്രോയിലല്ല കേട്ടോ പോകുന്നത്. തിരിച്ച് നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം നടന്നു പോകാനായിട്ട് വഴികളൊക്കെ ഉണ്ട്. ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ പകർത്തിയിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ വീഴണതാണ്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാവില്ല കേട്ടോ വെള്ളം പോകുന്നത്. നമുക്ക് അടുത്ത് പോയി എന്നാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ മോളീന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങനെ താഴെ ചെറിയൊരു ഇങ്ങനെ തോട് പോലെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ വെള്ളം പോകാൻ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ പല പല കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ പോണ വഴിയിൽ നമുക്ക് കാണാൻ സാധിച്ച്. പല രൂപങ്ങൾ ഇത് കണ്ടില്ലേ, പിള്ളേരെ ആകർഷിക്കുന്ന രീതിയിൽ പല പല കാർട്ടൂണിൻ്റെ രൂപങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 14 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ കയറാനുള്ള ചെക്കിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അപ്പോൾ നടക്കണവർക്ക് ബുദ്ധിമുട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുമാത്രത്തെ ഇങ്ങനെ നടക്കണ രീതിയിലുള്ള എക്സ്ട്രേറ്ററുകളൊക്കെ ഉള്ളത് കേട്ടോ. അതിനതേ ഇപ്പം നമ്മൾ ആ ചെക്കിങ്ങിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വലിയൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് കേട്ടോ. US-ലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആ ചെക്കിങ് കൂടിയേ മതിയാവുള്ളൂ. വളരെ എന്താ പറയുക, ഭയങ്കര ടഫായിട്ടുള്ളൊരു സെക്യൂരിറ്റി ചെക്കിങ് ആയിരുന്നു കേട്ടോ അത്. ഇപ്പോൾ സമയം ഏകദേശം 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഉറക്കം തൂങ്ങി ആകെ വയ്യാതെ ആയിട്ടുണ്ട്. പിന്നെ ഇത്രയും നേരം നടന്നതിൻ്റെ ക്ഷീണവും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ സെക്യൂരിറ്റി ചെക്കിങ്, അതുപോലെ തന്നെ നമ്മുടെ 14 മണിക്കൂറുള്ള ഫ്ലൈറ്റ് യാത്ര, അതൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കണത്. അപ്പോൾ ഈ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടഫായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നിയായിരുന്നേ. കാരണം വെച്ചാൽ സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന പോലുള്ളൊരു സെക്യൂരിറ്റി ചെക്ക് അല്ലായിരുന്നു കേട്ടോ ഇത്. അതായത് നമ്മളെ എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട് നമ്മുടെ മുമ്പിലിട്ട് തന്നെ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ളൊരു സെക്യൂരിറ്റി ചെക്കിങ് ആയിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഈ ഖത്തറിലെ ഈ ദോഹ എയർപോർട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.